In the beginning, we weren't who we are today. We haven't stood up independently on our foot. Each one of us was alone. ഞങ്ങൾ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് മുന്നേ ആർക്കും ഇല്ലായിരുന്നു. But everything can be changed with true inspiration. This place. It changed our life. They made us stand up. CDA, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഞങ്ങളെ പിന്നിൽ നിന്ന് താങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് സ്റ്റാൻഡ് അലോൺ ഏജൻസി ഇവിടെ എത്തിയിട്ടുള്ളത്. They are the ones who taught us we are not alone in this fight. Yes, they. CDAയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഒരു ഏജൻസി തുടങ്ങുക അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് ജേർണി ഉള്ള യാതൊരുവിധ പ്ലാനും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും IT ഫീൽഡിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് എല്ലാവരും വന്നത്. മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നുള്ളത് പഠിച്ചു. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക് അതിൽ ബിൽഡാവായിരുന്നു. അതിനുശേഷം കുറേ ഫ്രണ്ട്സുമായിട്ട് പരിചയപ്പെട്ടു. അവിടുന്ന് ഞങ്ങൾ പഠിച്ചിറങ്ങി. എല്ലാവരും ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. ആ ടൈമിൽ ഞങ്ങൾ ഫ്രീലാൻസ് വർക്ക് എടുത്തു തുടങ്ങി. അങ്ങനെ ഒരു 4-5 ആൾക്കാർ ഞങ്ങൾ ഫ്രീലാൻസ് വർക്ക് എടുത്ത് CDA അംബാസിഡേഴ്സിൽ ഇരിക്കുന്ന ടൈമിൽ ഉദയ് സാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന ഫ്രീലാൻസ് വർക്ക് നിങ്ങൾക്ക് ഒരു ഏജൻസി ആയിട്ട് അറ്റൻഡ് ചെയ്തുവിടാം, ക്ലയൻസിനെ പിച്ച് ചെയ്തുവിടാം, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് ആ ഒരു വഴിക്ക് ക്രിയേറ്റ് ചെയ്തുവിടാം. ഒരു ക്ലൗഡ് ഏജൻസി തുടങ്ങാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി. അങ്ങനെ സ്റ്റാൻഡ് അലോൺ ഏജൻസി എന്നുള്ള ഒരു പേരിൽ ജൂൺ 1-ാം തീയതി നമ്മൾ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് തുടങ്ങിയതാണിത്. ആർക്കും ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ തുടങ്ങിയതാണ്. എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ മറ്റേ ചോയ്സിനെക്കാളും ബെറ്റർ ഇതായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നേരെ ചാനലിലേക്ക് വരുമായിരുന്നു. കൂടുതൽ കുറേ ക്ലയൻസിനെ കൂടെ വർക്ക് ചെയ്യാനും മാർക്കറ്റിംഗ് എന്താണെന്നും മാർക്കറ്റ് എന്താണെന്നും കൂടുതൽ അറിഞ്ഞു. 21-ാമത്തെ വയസ്സിൽ ഒരു ഓൺട്രപ്രണർ ആവുക, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക. ഈ ചുരുങ്ങിയ 5 മാസ കാലയളവിൽ നമ്മൾ ഒരുപാട് ക്ലയൻസിനെ സർവ് ചെയ്തു. ഓൾമോസ്റ്റ് 30+ ക്ലയൻസിനെ നമ്മൾ സർവ് ചെയ്തു. സ്റ്റാൻഡ് അലോൺ ശരിക്കും ഒരു ഡെസ്റ്റിനി ആയിരുന്നു. ഇതൊന്നും എക്സ്പെക്ട് ചെയ്തും പ്ലാൻ ചെയ്ത് വന്നതല്ലെങ്കിൽ പോലും ബട്ട് എല്ലാം കറക്റ്റ് ഒരു സ്ഥലത്ത് പ്ലേസ് ആയെന്ന് പറയുന്ന പോലെയാണ്. ന്യൂ ബിഗിനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ത്രൂ ഔട്ട് ഈ ജേർണിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസുകൾ വന്നിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ചലഞ്ചസ് ആയിരുന്നു. എങ്ങനെ ഇത് മാനേജ് ചെയ്യാം, എങ്ങനെ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാം, അതിന് നമ്മുടെ കോവർക്കേഴ്സിന് എങ്ങനെ സാലറി കാര്യങ്ങൾ, അവിടെ റെൻറ്റ് കാര്യങ്ങൾ, മിസ്ലേനിയസ് ഫണ്ട്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആൻസറായിട്ട് CDA, ക്വാഡ്ക്യൂബ്സ്, ഉദയ് സാർ ഇവരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ആസ് ഐ മെൻഷൻഡ്, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടം വരെ എത്തില്ലായിരുന്നു. CDA, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ഞങ്ങളെ പിന്നിൽ നിന്ന് താങ്ങിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് സ്റ്റാൻഡ് അലോൺ ഏജൻസി ഇവിടെ എത്തിയിട്ടുള്ളത്. Thank you, CDA, for guiding through the right path for our success journey.